അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശമാഇലുത് തുർമുദി ഹദീസ് നമ്പർ 39. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഇന്നമാ കാന ശൈബു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നഹ്വൻ മിൻ 20 ശഅറത്തൻ ബൈളാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് 20 മുടികൾ മാത്രമാണ് നരച്ചിരുന്നത്. മഹാനാകുന്ന ജാബിർ ഇബ്നു സമുറത്ത് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന ഇദാ ദഹന റഅസഹു ലം യുറാ മിൻഹു ശൈബുൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണ തേക്കുന്ന സമയത്ത് അവിടെ നിര ഒട്ടും തന്നെ കണ്ടിരുന്നില്ല. വ ഇദാലം യദ്ഹിൻ റുഇയ മിൻഹു ശൈഉൻ. എണ്ണ തേക്കാത്ത സമയത്ത് കുറഞ്ഞ നിരകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, മാ അദത്തു ഫീ റഅസി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിഹിയതിഹി ഇല്ലാ 14 ശഅറത്തൻ ബൈളാ. മുത്തുനബിയുടെ ഖാദിമു കൂടിയാണ് അനസ് റളിയല്ലാഹു അൻഹു. അവിടുന്ന് പറയുന്നത്, അവിടുത്തെ ഷഅറിൽ നിന്ന്, മുടിയിൽ നിന്ന് ഞാൻ 14 രോമങ്ങളെ ഞാൻ നര ബാധിച്ചതായിട്ട് എണ്ണിയിട്ടുണ്ട്. അപ്പോ 20, 14, 16 അങ്ങനെ പല റിപ്പോർട്ടുകളുണ്ട്. അത് വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ഉള്ളതാണെന്ന് നമുക്ക് മനസ്സിലാകും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തുകൊണ്ട് നര ബാധിച്ചില്ല, മറ്റുള്ളവർക്ക് ബാധിക്കുന്നത് പോലെ ബാധിച്ചില്ല എന്നത് എന്താ കാരണം എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. സാധാരണ സ്ത്രീകളെ സംബന്ധിച്ച് തന്റെ ഭർത്താവിന് നര ബാധിക്കുക എന്നത് ഒരു പ്രയാസമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലുള്ള ഒരു വിഷയത്തിൽ ഒരാൾക്ക് പ്രയാസം തോന്നിയാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈമാൻ കേടുവരാൻ അത് കാരണമാണ്. ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു അത് രേഖപ്പെടുത്തി. അതുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർക്ക് അങ്ങനെ ഉണ്ടാവുകയില്ല. അവർ ഈമാനും തഖ്വയൊക്കെ ഉള്ളവരാണ്. എന്നാലും ആ ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടി അവരിൽ നിന്ന് ഒരു വിഷമം മുത്തുനബിയെ കൊണ്ട് അവർക്കുണ്ടായി പോകരുത് എന്നതുകൊണ്ടാണ് അവിടത്തേക്ക് അല്ലാഹു നര നൽകാതിരുന്നത് എന്ന് ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഖാല അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഖദ് ശിബ്ത, ഓ നബി അങ്ങക്ക് നര പിടിച്ചിട്ടുണ്ടല്ലോ. ഖാല, അവിടെന്ന് പറഞ്ഞു, ശയ്യബത്തിനി ഹൂദ്, ഹൂദ് സൂറത്താണ് എന്നെ നരപ്പിച്ചത്. അതുപോലെ വൽ വാക്കിഅ, സൂറത്തുൽ വാക്കിഅയാണ്. വൽ മുർസലാത്ത്, സൂറത്തുൽ മുർസലാത്താണ്. വഅമ്മ യതസാഅലൂൻ, അമ്മ യതസാഅലൂനാണ്. വഇദ ശംസു കുവിറത്, ഇദ ശംസു കുവിറത് എന്ന സൂറത്താണ്. ഖിയാമത്ത് നാളിന്റെ ഭീമാകാരമാകുന്ന സാഹചര്യങ്ങളെ വിവരിക്കുന്ന പല ആയത്തുകളും ഈ അധ്യായങ്ങളിലുണ്ട്. അതുപോലെ വസ്തഖിം കമാ ഉമിർത, ഓ നബിയെ അങ്ങയോട് കൽപ്പിക്കപ്പെട്ടതുപോലെ റബ്ബിന്റെ ദീൻ പരിപൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണം എന്ന കൽപ്പന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നരബാധിക്കാൻ കാരണമായിട്ടുണ്ട്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, യാ റസൂലല്ലാഹ് നറാക ഖദ് ശിബ്ത, അങ്ങക്ക് നരബാധിച്ചതായി കാണുന്നു നബിയെ എന്ന് സഹാബത്ത് പറയുമ്പോ, ഖദ് ശയ്യബത്തിനി ഹൂദുൻ വ അഖവാതുഹ, സൂറത്തുൽ ഹൂദും അതിന്റെ സഹോദരികളാകുന്ന മറ്റു സൂറത്തുകളുമാണ് എന്നെ നരബാധിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാളിന്റെ ഭീമാകാരമായ സാഹചര്യങ്ങളും നരകത്തെക്കുറിച്ചും അതുപോലെ വിജയികളെയും പരാജിതരെയൊക്കെ വിശാലമായി ചർച്ച ചെയ്യുന്ന കുറച്ച് അധ്യായങ്ങളാണ്. ആ ഗൗരവം ഓർത്തുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നരബാധിച്ചതാണ് എന്ന് ഹദീസിൽ മഹാന്മാര് റിപ്പോർട്ട് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുലോക വിജയികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.